ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഡേ പല ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. എൻ്റെ ഡേ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതാ രാവിലെ കാണിക്കുന്നത് മക്കൾക്ക് യൂസ് ആക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റാണിത്. ഇത് മോളുടെ പല്ല് മൊത്തം കേടായതുകൊണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് കിഡോഡൻറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇതിന് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ, നല്ലൊരു സ്ട്രോബെറിൻ്റെ ഫ്ലേവറാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ്. മോൻക്ക് ഞാൻ ഇതന്നെ യൂസ് ആക്കി, അതുകൊണ്ട് അവൻ്റെ പല്ലിന് വലിയ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമുക്ക് യൂസ് ആക്കൽ ഈ ഒരു പ്രൊഡക്റ്റാണ് ഹെർബലിൻ്റെ. ഇത് കടയിലൊന്നും വാങ്ങാൻ കിട്ടില്ല, ഓൺലൈനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാറുള്ളതാണ്. നല്ല പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ യൂസ് ആക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത് ഹിമാലയൻ്റെ ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ആക്കുന്നത്. ഡെയിലി യൂസ് ആക്കുന്നതെന്ന് പറയല്ലേ, എനിക്ക് തോന്നുമ്പോഴൊക്കെ യൂസ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഇന്നതൊന്നും നല്ല ഞാനിങ്ങനെ മാറി മാറി യൂസ് ആക്കലാണ്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല പ്രൊഡക്റ്റ്. ഇത് നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആവും, നല്ല ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നല്ല സ്മെല്ലുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. അങ്ങനെ രാവിലത്തെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് മോളെ മദ്രസയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു സുഖമാണ്. രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ, ഇതിലൂടെയൊക്കെ നടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ആട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇവിടെ കൊടുത്തിട്ട് പോരും. അത് നമ്മൾ ഡെയിലി നമ്മൾ പത്തിരിയാണ് കേട്ടോ ആക്കൽ, കുറുമക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ട് നമ്മളിതാ ഉരുളക്കിഴങ്ങിൻ്റെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പച്ചമല്ലി ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്താൽ മതി, അത്രയും ചേർത്താൽ മതി. പിന്നെ ഉപ്പും കുറച്ച് കരിവേപ്പിലയും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വയ്ക്കാം. എന്നിട്ട് 1-2 വിസിലടിച്ചെടുക്കാം. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. അപ്പം തേങ്ങ ചെറിയൊരു 1/4 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 2 ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അങ്ങനെ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങ മൊത്തത്തിൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ തേങ്ങ കുറച്ച് ചേർത്തിട്ട് കുറച്ച് പാല് വേണമെങ്കിൽ തേങ്ങ കുറച്ച് പിഴിഞ്ഞെടുക്കാം, ഒഴിവാക്കി കൊടുക്കാം. അത് ഓപ്ഷണലാണ്. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു. ഇതിനേക്കാൾ ടേസ്റ്റ് ഗ്രീൻ പീസിൽ ഉണ്ടാക്കുകയാണ് കറിയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ് ഗ്രീൻ പീസ് ഇതുപോലെ ഉണ്ടാക്കിയാൽ. അങ്ങനെ ഞാനിത് വറവിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കടുകും കറിവേപ്പിലയിട്ടിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പെയിൻറ്റിങ് പണിയെല്ലാം മൊത്തത്തിൽ വലിച്ചു വാരിയിട്ടേക്കുവാണ്, അതുകൊണ്ട് മറ്റു പണികളൊന്നും ഇല്ല. അങ്ങനെ ഇനി മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പോവാണ്. അങ്ങനെ ബാക്കി പരിപാടികളെല്ലാം അവർ പോയി കഴിഞ്ഞതിന് ശേഷമാണ് നടക്കൂ. അങ്ങനെ അവരെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് പറഞ്ഞേക്കാണ്. മോനിതാ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. മോളെയും കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സമയം ഞാനിവിടെ ചെടികളുടെ അടുത്ത് സ്പെൻഡ് ചെയ്യും കേട്ടോ. ഭയങ്കര കുറച്ച് സമയം എന്തായാലും ഞാൻ ചെടികൾക്ക് വേണ്ടി മാറ്റി വെക്കലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇതുപോലെ സെറ്റപ്പിലാണ് ഞാൻ ചെയ്യലുള്ളത്. പിന്നെ നമ്മുടെ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ നോമ്പൊക്കെ അല്ലേ വരാൻ പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോഫ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് വെള്ളത്തിൽ, ഒരു ചെറിയ ചൂട് വെള്ളത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡയും തുണി വെള്ളത്തിൽ മുക്കി എടുത്തിട്ട് എന്തെങ്കിലും കംഫർട്ട് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ചായപാത്രത്തിൻ്റെ മൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്യാം. അപ്പോൾ നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ. അതുപോലെ തന്നെ പുതിയതുപോലെ ഫീൽ ചെയ്യും. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ സാധനവും ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് പൊതിച്ചോറാക്കി കഴിക്കാമെന്ന്. ഒരുപാട് ദിവസമായി ഇതിനൊരു ആഗ്രഹം, അങ്ങനെ ഇങ്ങനെ ചെയ്തതാട്ടോ. പിന്നെ
വൈകുന്നേരം മോൻ വരാൻ ആകുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ട് ജ്യൂസ് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം സ്ട്രോബെറി ഉണ്ടായിരുന്നു, സ്ട്രോബെറി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് സ്ട്രോബെറിയും പാലും പഞ്ചസാരയും ഇട്ടിട്ട് സ്ട്രോബെറി ജ്യൂസ് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. വന്ന അപ്പാടെ തന്നെ ഞാനിപ്പോൾ ചോറ കൊടുക്കൽ. അപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളവർക്ക് കഴിക്കത്തുള്ളൂ. അപ്പോൾ ഞാനിതാ മുട്ട പിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, 2 മുട്ട പിഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ആവശ്യത്തിന് കുറച്ച് എരിവിനനുസരിച്ച് കുറച്ച് എരിവ് കൂട്ടുള്ളൂ. കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക, മിക്സ് ആക്കിയിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ കരിഞ്ഞു പോവില്ല. എന്നിട്ട് ഈ പത വരുന്ന സമയത്തിൽ ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിന് വരട്ടെടുത്തിട്ട് വേണ്ട ചേർക്കാൻ, അപ്പോഴേ ഉള്ളിലേക്കൊക്കെ പിടിക്കത്തുള്ളൂ. ഇതിന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്താൽ അവന് വെയിറ്റ് ചെയ്തിട്ട് അവന് 3:30 മണിയാകുമ്പോൾ സ്കൂളിൽ വിടും. ഇങ്ങനെ ആക്കി കൊടുക്കും. 3:45 ആകുമ്പോഴത്തേക്കും വീട്ടിലേക്ക് എത്തും. അങ്ങനെ ഇതാ ആൾ വന്നിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ ഞാൻ ചെയ്യലുള്ളത് ടിഫിൻ ബോക്സ് കഴുകി വെക്കുക എന്നുള്ളതാണ്. വലിയൊരു ടാസ്ക്കാണ്. അപ്പാടെ ചെയ്തില്ലെങ്കിൽ പിന്നെ മടി പിടിച്ചിരിക്കും. അതുകൊണ്ട് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് വെക്കലാണ് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ്. അത് ഫുഡ് മിക്കപ്പോഴും കഴിക്കലുണ്ട്. രാവിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്കി കൊടുക്കലാണ്. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. കുറച്ച് കൊടുക്കലുള്ളൂ, ഓവറായിട്ട് കൊടുക്കലൊന്നുമില്ല. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലുള്ളൊരു ബാസ്ക്കറ്റിൽ എടുത്ത് വെക്കലാട്ടോ. പാത്രങ്ങളൊക്കെ ഒരുപാട് പാത്രങ്ങളുണ്ടാവും, മോൻ്റെ ഒത്തിരി പാത്രങ്ങളുണ്ടാവും. അപ്പോൾ അത് വെള്ളം പോയതിന് ശേഷം ഇതിലേക്ക് എടുത്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഒന്നായിട്ടൊരു ബോക്സിലങ്ങ് അടങ്ങും. അങ്ങനെ അതിന് ശേഷം അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്രയാണ് ഇന്നത്തെ കറി. വേറൊരു ദിവസത്തെ സ്പെഷ്യലായിരുന്നു. ഇതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വാരി കൊടുക്കാറാണ് ചെയ്യൽ. ഞങ്ങൾ വൈകുന്നേരം എന്തെങ്കിലും ചായക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും TV കണ്ടുകൊണ്ട് ഇങ്ങനെ പൂള പുട്ടോ അങ്ങനെ എന്തെങ്കിലും. ഇന്ന് പൂളയാണ്, മഞ്ഞപ്പൂള. ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പൂളയും ചമ്മന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.